ഹലോ സ്റ്റുഡൻസ്. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ACCയുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക് ടോപ്പിക്കാണ്. ഓക്കെ, PMൽ ആക്ച്വലി നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇത് ബേസിക് ആണ്. ഓക്കെ, PMൽ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഈസിയാണ് പഠിക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കമ്പനിക്ക് വരുന്ന കുറച്ച് ചിലവ് അല്ലേ, അതിനാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയാറ്. ചില കോസ്റ്റ് ചിലവ്. യെസ്, അപ്പോൾ ഈ ഒരു ചിലവിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ഉപയോഗമുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേർതിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതാണ് പറയുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഓരോരുത്തർക്ക് എന്താണ് കോമൺ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് അല്ലേ. യെസ്, അതിനാണ് നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, എന്തൊക്കെയാണ് ആ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റിൻ്റെ അവസ്ഥകൾ, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്തിനൊക്കെയാണ് യൂസ്ഫുൾ ആകുന്നത്, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവും, ബഡ്ജറ്റിങ്ങിന് ഭയങ്കര ഉപയോഗപ്പെടും, പിന്നെ കൺട്രോൾ. യെസ്, നമുക്ക് അവസാനം എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് മീൻസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ആക്ച്വലും ബഡ്ജറ്റും ഒക്കെ ആയിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഭയങ്കര എളുപ്പമായിരിക്കും, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബഡ്ജറ്റിങ്ങിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും നമുക്ക് ഓരോ കാര്യത്തിലും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യാം. ആ രീതിയിലൊക്കെ ഭയങ്കര ഉപയോഗമായിരിക്കും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. യെസ്, അപ്പോൾ ഇത് യെസ് ഇതൊക്കെ ആക്ച്വലി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആർ യൂസ്ഫുൾ ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, കോസ്റ്റ് കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ് അല്ലേ. ഓരോ ആവശ്യത്തിനും ഓരോ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിന് അഥവാ അക്കൗണ്ടിങ് പർപ്പസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. ഇനി കോസ്റ്റ് കൺട്രോൾ പർപ്പസ്, ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്, ഇപ്പോൾ PMലൊക്കെ ഉള്ള ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനൊക്കെ നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നത് വേറെ തന്നെ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ പർപ്പസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ രീതിയിൽ ഓരോ ആവശ്യത്തിന് ഓരോ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ക്ലാസിഫൈഡ് ബൈ നേച്ചർ ഉണ്ട്, ക്ലാസിഫൈഡ് ബൈ ഫങ്ഷൻ ഉണ്ട്, ബൈ ഡിസിഷൻ, ബൈ കൺട്രോളബിലിറ്റി, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യമേ നമുക്ക് എന്ത് നോക്കാം, ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ നോക്കാം. ഓക്കെ, എന്താ കോസ്റ്റ് ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു വാട്ട് ദേ ആർ, എന്താണ് അവരുടെ രീതി, അവരുടെ ക്യാരക്ടർ, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓർ എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസസ്. ശരിയല്ലേ, എന്താണോ ആ ചിലവ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ മെറ്റീരിയലായിട്ട് വരുന്ന ചിലവ്, ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വരുന്ന ചിലവ്, അതാണ് മെറ്റീരിയൽ കോസ്റ്റ്. ശരിയല്ലേ, ആ ഡയറക്റ്റ് മെറ്റീരിയൽ കാണും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കാണും. അങ്ങനെ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ജനറൽ ആയിട്ട് കൊടുക്കും. പിന്നെ ലേബർ കോസ്റ്റ്, ലേബർ പണിക്കാർക്ക് കൊടുക്കേണ്ട പൈസ അല്ലേ, വേജസ് കാര്യങ്ങളൊക്കെ, വേജസ് സാലറീസ് എല്ലാം. പിന്നെ നോർമൽ എക്സ്പെൻസ് ഓർ ഓവർ ഹെഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഇല്ലേ, വാടക, യൂട്ടിലിറ്റീസ്, ഡിപ്രീസിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഒരിക്കലും ഒരു പ്രോഡക്റ്റിലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഓവർ ഹെഡ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സംഭവത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബൈ ഫങ്ഷനും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു വേ ദേ ആർ ഇൻകോർഡ്, ഓരോ സ്ഥലത്ത് ഇൻകോർ ആവും. ശരിയല്ലേ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഇൻകോർ ചെയ്യുന്ന ചിലവുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഇൻകോർ ചെയ്യുന്ന ചിലവുണ്ട്. അങ്ങനെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ചിലവ്, നമുക്ക് എന്ത് പറയാം, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയാം. യെസ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഓഫീസ് സാലറി, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചിലവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓഫീസിൽ വരുന്ന ചിലവ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അഡ്വർടൈസിങ്, പിന്നെ നമുക്ക് സെയിൽസിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്ന ചിലവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതിനാണെന്ന് വിളിക്കുന്നത് സെയിൽസ് റിലേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻസ് കോസ്റ്റ് അറിയാലോ, നമ്മൾ ലോൺ എടുക്കുമ്പോൾ വരുന്ന ചിലവ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും അതെവിടെയാണോ ഇൻക്വയറി ചെയ്ത് അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, പിന്നെ ഫിനാൻസ് കോസ്റ്റ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സംഭവം ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഹൗ ദേ ബിഹേവ് വിത്ത് എന്ന് വെച്ചാൽ അവരുടെ ഒരു ബിഹേവിയർ വെച്ചിട്ട്, എന്ന് വെച്ചാൽ ചില കോസ്റ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, അത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഫാക്ടറി റെൻറ്റ് അത് ഫിക്സഡ് ആണ്. ശരിയല്ലേ, നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും കൂടിയാലും കുറഞ്ഞാലും എന്തായാലും ആ റെൻറ്റ് അവിടെ തന്നെ നിൽക്കും. അത് ഫിക്സഡ് കോസ്റ്റാണ്. ശരിയല്ലേ, അത് മാറത്തേയില്ല, റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ടോട്ടൽ. യെസ്. ഇനി വേരിയബിൾ കോസ്റ്റ് വരും എന്ന് വെച്ചാൽ എന്താ,
പ്രൊപ്പോർഷൻ അനുസരിച്ച് നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ആകുന്ന കോസ്റ്റ് അല്ലേ, അതൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ഒരു പേന ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അവർക്ക് കുറച്ച് പ്ലാസ്റ്റിക് വേണം. ഓരോ പേന ഉണ്ടാക്കുന്നതനുസരിച്ച് എന്താവും, പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം കൂടി വരും, അതിന് ചിലവ് കൂടും, ശരിയല്ലേ? അപ്പോൾ അതിനാണ് എന്ത് വിളിക്കുന്നത്, വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടിയിട്ടുള്ളതാണ് എന്ത്, സെമി വേരിയബിൾ. രണ്ടിൻ്റെ ഒരു മിക്സാണ്, മെർജ്ഡ് വേർഷനാണ് എന്ത്, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിസിറ്റി ബിൽ, അവിടെ നമുക്കൊരു ഫിക്സഡ് ഇത് എമൗണ്ട് കാണും, ശരിയല്ലേ? ഫിക്സഡ് ആയിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കണം. അതുകൂടാതെ ഓരോ യൂണിറ്റിന് ഇത്ര അവർ ചാർജ് ചെയ്യും, ശരിയല്ലേ? അതിനാണ് എന്ത് വിളിക്കുന്നത്, സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ. ഓരോരുത്തരുടെ ബിഹേവിയറായിട്ട് കോസ്റ്റിന്, ഓരോ കോസ്റ്റിനെ ബിഹേവിയറായിട്ട് എങ്ങനെയാണോ അത് പെരുമാറുന്നത് അതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ വരുന്നതാണ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ് ഓർ റെലവൻസ്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെലവൻ, ഇത് പി എമ്മിൽ ഏറ്റവും ആവശ്യമാണ്. റെലവൻറ്റ് കോസ്റ്റ്, സങ് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊക്കെ പറയും. റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷന് ആവശ്യമുള്ള കോസ്റ്റ്. ഓക്കെ, ഞാനൊരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, ഞാൻ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ ഞാൻ റെലവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലവ് വരും, എന്തെങ്കിലും ചെറിയ ചെറിയ എക്സ്പെൻസ്, ഫുഡിന് എക്സ്പെൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, അത് കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്താ, അത് ഇറലവൻ്റ് ആണ്. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ചിലവാണോ? അല്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ചിലവ്, അതിനാണ് എന്ത് വിളിക്കും, റെലവൻറ്റ് കോസ്റ്റ് വിളിക്കും. ഓക്കെ, പിന്നെ വേറൊരു സംഭവമാണ് സങ് കോസ്റ്റ്. എന്ന് വെച്ചാൽ ഓൾറെഡി വന്നു പോയ ഒരു ചിലവ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വലിയൊരു റിസർച്ച് നടത്തുവാണ്. ഓക്കെ, കുറേ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആണ്, ഒരു 5 പ്രോജക്റ്റിനെ ജനറൽ ആയിട്ടുള്ള റിസർച്ച് നടത്തുവാണ്. അപ്പം ഞാൻ ഈ 5 പ്രോജക്റ്റിൽ ഏത് പ്രോജക്റ്റ് എടുത്താലും ഈ റിസർച്ച് എക്സ്പെൻസ് എനിക്ക് ഓൾറെഡി വന്നു പോയതാണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കും, സങ് കോസ്റ്റാണ്, മുങ്ങിപ്പോയ ചിലവാണ്. യെസ്. പിന്നെ വരുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്ന കാരണം എനിക്ക് പോകുന്നൊരു ചിലവ്, എനിക്ക് പോകുന്നൊരു ഓപ്പർച്യൂണിറ്റി. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു ടീ മാനുഫാക്ചറിങ് കമ്പനിയാണ്, ഞാൻ ടീ വിട്ടിട്ട് കോഫിയിലേക്ക് മാറാൻ പോവാണ്. ഓക്കെ, കോഫി എടുക്കണമെങ്കിൽ എന്തായാലും ടീ വിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ടീയിലുള്ള റവന്യൂ ഇനി പോയില്ലേ, അല്ലേ? ചായപ്പൊടി വിൽക്കുന്നതിൻ്റെ റവന്യൂ പോയില്ലേ? അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു ഓപ്പർച്യൂണിറ്റി പോയ കാരണം നമുക്ക് വന്ന ചിലവ്. യെസ്, അതാണ് സംഭവം. അതാണ് ഡിസിഷൻ ബേസ്ഡ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ഡിസിഷൻ ഓർ റെലവൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൺട്രോളബിലിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, അവസാനമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺട്രോളബിൾ കോസ്റ്റ് ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ ഒരു മാനേജറിൻ്റെ അണ്ടറിൽ വരുന്ന ചിലവ്, ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ചിലവ്, അതിനാണെന്ന് വിളിക്കുന്നത് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു മാനേജറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചിലവ്, അതിനാണെന്ന് വിളിക്കുന്നത് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു മാനേജറിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം ആളുടെ ഫാക്ടറിയിലെ ചിലവുകൾ, ആളുടെ ഫാക്ടറിയിലെ എംപ്ലോയീസിൻ്റെ സാലറി, അതൊക്കെ ആളുടെ കൺട്രോളിലാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് കൺട്രോളബിൾ കോസ്റ്റാന്ന് പറയാം. നേരെ മറിച്ച് ചിലത് എന്തായിരിക്കും, അൺകൺട്രോളബിൾ കോസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഏതോ ഒരു റീജിയനിലെ മാനേജറാണ്, എനിക്ക് എന്തായാലും എൻ്റെ കമ്പനിയുടെ ഹെഡ് ഓഫീസിൻ്റെ റെൻ്റ് എനിക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റുമോ, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് എൻ്റെ ഡിസിഷനിൽ വരുന്ന സംഭവമല്ല, എൻ്റെ റേഞ്ചിൽ വരുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെന്ത് വിളിക്കും, അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നായിരിക്കും വിളിക്കുന്നത്. കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് അറ്റ് ഗിവൺ ലെവൽ. ഒരു പെർട്ടിക്കുലർ മാനേജറിനെ ഒരു പെർട്ടിക്കുലർ ലെവൽ വെച്ചിട്ട് ആൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യം, അതിനാണ് എന്ത് വിളിക്കുന്നത്, അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സംഭവം ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ, ഇത് ബേസിക് ആണ്. ഓക്കെ, ജസ്റ്റ് ഇത് നോക്കിയോ, എന്നിട്ട് PM ഡയറക്റ്റ്ലി കയറിക്കോ. യെസ്, അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.